8 വർഷങ്ങൾക്ക് മുമ്പ് ഈ വനിതാ ഡോക്ടർ വേർപിരിഞ്ഞ മുൻ കാമുകനെ വീണ്ടും കാണാനിടയാവുന്നു. അവനോടൊപ്പം ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. പെൺകുട്ടി കരുതിയിരുന്നത് അത് അവന്റെ പുതിയ ഗേൾഫ്രണ്ട് ആയിരിക്കുമെന്നാണ്. യുവാവ് ചിലപ്പോൾ അവളെ തിരിച്ചറിഞ്ഞാലോ എന്ന് കരുതി ഉടനടി തന്നെ ആ പെൺകുട്ടി ഒരു മാസ്ക് ധരിക്കുന്നു. അവൾ അവനുമായി ബ്രേക്കപ്പ് ആയതിനു ശേഷം അവൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൾക്ക് എന്തെന്നില്ലാത്ത നിരാശ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അവള് സംയമനം പാലിച്ച് അവളുടെ ഡ്യൂട്ടി നന്നായി തന്നെ നിർവഹിക്കുന്നുണ്ട്. പക്ഷെ യുവാവിന്റെ കണ്ണുകൾ അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നുള്ള വിവരം പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. 8 വർഷങ്ങൾക്ക് മുമ്പ് യുവാവും പെൺകുട്ടിയും വളരെ സ്നേഹത്തോടെ തന്നെ ജീവിച്ചിരുന്ന ഒരു കപ്പിൾസ് ആയിരുന്നു. അങ്ങനെയിരിക്കെ പെൺകുട്ടിയാവട്ടെ അവന് കൊടുക്കാനായി ഒരു സമ്മാനം തയ്യാറാക്കുന്ന സമയത്താവട്ടെ യുവാവിന്റെ അച്ഛൻ അവളെ വിളിച്ചിട്ട് അയാളുടെ ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. യുവാവിന്റെ അച്ഛനാവട്ടെ അവളുടെ കൂടെ പറയുന്നുണ്ട് അവളുടെ കുടുംബം ഒരു ദാരിദ്ര്യ കുടുംബമാണെന്നും അങ്ങനെ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധത്തിന് തനിക്കൊട്ടും താല്പര്യമില്ല എന്നും അറിയിക്കുന്നുണ്ട്. അതുമാത്രമല്ല നിർബന്ധപൂർവ്വം യുവാവിൽ നിന്ന് അകലം പാലിക്കണമെന്നും അയാൾ പറയുന്നുണ്ട്. അവന്റെ അച്ഛന്റെ വാക്കുകൾ പെൺകുട്ടിയുടെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. മനസ്സില്ലാ മനസ്സോടെ തന്നെ അവൾ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന യുവാവിനെ ബ്രേക്കപ്പ് ചെയ്യാൻ അവൾ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ പെൺകുട്ടിയാവട്ടെ യുവാവിനെ കണ്ടുമുട്ടിയതിനു ശേഷം അവനോട് ബ്രേക്കപ്പ് ആവശ്യപ്പെടുന്നുണ്ട്. അവളുടെ പെട്ടെന്നുള്ള അകൽച്ചയും ഭാവമാറ്റവും അയാളെ ഒരുപാട് വേദനിപ്പിച്ചു. വേർപിരിയണമെന്നുള്ള ആശയം പെൺകുട്ടി വീണ്ടും മുന്നോട്ട് വെച്ചപ്പോൾ അയാള് അത് സമ്മതിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇനി ഒരിക്കലും അവളെ അന്വേഷിച്ച് വരില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ തന്നെ അയാൾ അവിടെ നിന്ന് പോകുന്നുമുണ്ട്. യുവാവ് പോയതിനു ശേഷം സങ്കടം സഹിക്കവയ്യാതെ അവൾ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ആ ദിവസത്തിന് ശേഷം യുവാവിനെ മിസ് ചെയ്യാത്ത ഒരു ദിവസം പോലും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അവൾ എപ്പോഴും അവരിരുവരുടെയും ഒരുമിച്ചുള്ള ഫോട്ടോ കയ്യിൽ കരുതിയിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അവനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. അവന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് കരുതിയിരുന്ന പെൺകുട്ടിക്ക് വേണ്ട വിധമുള്ള മരുന്നുകളൊക്കെ അവൾ പ്രിസ്ക്രൈബ് ചെയ്തതിനു ശേഷം ഒരാഴ്ച ഒബ്സർവേഷനായി ഹോസ്പിറ്റലിൽ തുടരാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഹോസ്പിറ്റലിലെ ഏറ്റവും നല്ല മുറി തന്നെ പെൺകുട്ടിക്ക് വേണ്ടി തയ്യാറാക്കണമെന്ന് യുവാവ് അവളോട് ആവശ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് അവരിരുവരും പോകുന്നുണ്ട്. അവർ പോയതിനു ശേഷം മാത്രമാണ് പെൺകുട്ടി അടക്കി പിടിച്ചു വെച്ചിരുന്ന കണ്ണീർ പുറത്തേക്ക് വന്നത്. എന്നാൽ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു യുവാവ് അവളെ തിരിച്ചറിഞ്ഞു എന്നുള്ള വിവരം. അവന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അവന്റെ കസിൻ മാത്രമായിരുന്നു എന്ന് പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. 8 വർഷങ്ങൾക്ക് മുമ്പ് അവർ ഇരുവരും വേർപിരിഞ്ഞെങ്കിലും യുവാവിന് അവളെ ഒരു കാരണവശാലും മറക്കാൻ സാധിച്ചിരുന്നില്ല. അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കസിന്റെ ഒപ്പം അവൻ ആ ഹോസ്പിറ്റലിലേക്ക് വന്നത് തന്നെ. എന്നാൽ 8 വർഷങ്ങൾക്ക് ഇപ്പുറവും അവരിരുവരും അന്യോന്യം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള വിവരം അവർക്ക് 2 പേർക്കും അറിയില്ലായിരുന്നു.